എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ഒന്ന് ഇടാനായിട്ട് തോന്നിയത്. എനിക്ക് നമ്മുടെ ലാലേട്ടൻ ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആണെന്ന് കേട്ടു. പനി എനിക്കും 2 ആഴ്ച നീണ്ടു നിന്ന പനി നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അത്ര കോൺഫിഡൻ്റ് ആയിരുന്നില്ല. എങ്കിൽ പോലും ഒരു ദിവസം പോലും ചെയ്യാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടിരുന്നു. പക്ഷേ വളരെ വളരെ ക്ഷീണാവസ്ഥയിലാണ് ഞാൻ ഈ മൊബൈലിൻ്റെ മുന്നിൽ വന്നിരുന്നത്, നിങ്ങളുടെ മുന്നിൽ. ഇന്ന് ഏതാണ്ട് അതിൽ നിന്നൊരു മോചനം വന്നിട്ടുണ്ട് എനിക്ക്. തീർത്തും അത്ര വയ്യാത്തൊരു അവസ്ഥയായിരുന്നു. വൈറൽ ഫീവർ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പനി, നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ എന്തോരം പനിച്ചേക്കണല്ലേ. പക്ഷേ ഇപ്പോഴത്തെ പനി അങ്ങനെയല്ല. പനിക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ലോകത്ത് നടക്കണല്ലേ. അയ്യോ, തകർന്ന് തരിപ്പണായിപ്പോയി. വീട്ടിലൊരു പണിയെടുക്കാൻ പറ്റാണ്ട് എപ്പോഴും കിടക്കണം 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 എന്ന് മാത്രം. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, എല്ലാവരോടും പരമാവധി പനി വരാതെ നോക്കുക. അഥവാ പനി വന്നാൽ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുക, കൃത്യമായി കഴിക്കുക, റെസ്റ്റ് എടുക്കുക, അതോടൊപ്പം നല്ല ഭക്ഷണം കഴിക്കുക. എന്താണോ കഴിക്കാൻ തോന്നുന്നത് അത് കഴിക്കുക. നമുക്ക് ശരീരത്തിന് ആവശ്യമായതാണ് നമുക്കിങ്ങനെ കൊതിയായിട്ട് തോന്നുക. അത് വേണം ഇത് വേണം എന്നൊക്കെ. അപ്പോൾ ആ സാധനം നമ്മൾ കഴിക്കുക. കാരണം അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതായിരിക്കും. റെസ്റ്റ് എടുക്കുക നല്ലതുപോലെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾക്ക് വന്നു ഇത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാതെ നോക്കുക. റൂമിൽ തന്നെ ഇരിക്കുക, പരമാവധി മാസ്ക് ഉപയോഗിക്കുക. നമ്മൾ കിടക്കുന്ന പനി കഴിഞ്ഞാൽ നമ്മൾ കിടന്ന ബെഡ്ഷീറ്റ്, പുതപ്പ്, തലയണ, ഉറ ഇതൊക്കെ നല്ല വൃത്തിയാക്കി എങ്ങനെ എത്രയും രോഗാണുവിമുക്തമായിട്ട് കഴുകിയെടുക്കാൻ പറ്റും അതുപോലെ ചെയ്യുക. പനി മാറിയാലും ഈ അണുക്കൾ നമ്മളെ ചുറ്റിപ്പറ്റി നമ്മുടെ റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന തോർത്ത്, സോപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ക്ഷീണം, തളർച്ച, ഒരു പണിയെടുക്കാൻ പറ്റില്ല. പണിയെടുക്കാൻ പറ്റാത്ത പോട്ടെ, നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെ 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 മോശവും. അനുഭവത്തിൽ എന്ന് പറയണത് ഞാൻ. അതുകൊണ്ട് പരമാവധി പനി വരാതെ നോക്കുക. വന്നു പോയാൽ ഡോക്ടറെ കാണുക, മരുന്ന് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. ലാലേട്ടൻ എറണാകുളം അമൃത ഹോസ്പിറ്റലാണെന്ന് കേട്ടു. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചിട്ട് വരട്ടെ. നല്ല ആരോഗ്യവാനായ മനുഷ്യനാണ്. പെട്ടെന്ന് റിക്കവർ ചെയ്തു വരും. നമ്മളെപ്പോലും ഒന്നല്ലല്ലോ. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ബോഡി കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ്. അതുകൊണ്ടാണ് ഇത്ര തകർന്നു പോയത്. അത് കാരണം നിങ്ങൾക്കൊന്നും ഇതിങ്ങനെ വരാതിരിക്കട്ടെ. ഒന്നാമത്തെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കേ മനസ്സിലാവും. പഴയ പനിയൊന്നും അല്ലിപ്പോൾ. അപ്പോൾ ലാലേട്ടൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും സേഫായിരിക്കുക പനിയിൽ നിന്ന്. നാളെ കാണാം.